ഹിന്ദു മതപ്രകാരം ഗണങ്ങളുടെ അധിപൻ അഥവാ ഗണേശനാണ് ഗണപതി. പരമശിവന്റെയും പാർവതി ദേവിയുടെയും ആദ്യപുത്രനാണ് ഗണപതി. സിദ്ധിയുടെയും ബുദ്ധിയുടെയും ഇരിപ്പിടമായാണ് ഹിന്ദുക്കൾ മഹാഗണപതിയെ കണക്കാക്കുന്നത്. ലോകവ്യവഹാരങ്ങളിലും ആധ്യാത്മിക മാർഗത്തിലും ഉണ്ടാകുന്ന വിഘ്നങ്ങൾ ഗണപതിയുടെ അനുഗ്രഹം ലഭിക്കുന്നതോടെ ഇല്ലാതെയാകുമെന്നാണ് വിശ്വാസം. സാധാരണയായി വിഘ്നങ്ങൾ അകറ്റുന്നവനായാണ് മഹാഗണപതിയെ കണക്കാക്കുന്നത്. ഏതൊരു കാര്യം ആരംഭിക്കുന്നതിനു മുമ്പും ഗണേശ സ്മൃതി നല്ലതാണെന്നാണ് വിശ്വാസം. കർണാടക സംഗീത കച്ചേരികളും മറ്റും ഗണപതി സ്തുതിയോടെയാണ് ആരംഭിക്കുക. ഓം ഹരിശ്രീ ഗണപതയേ നമഃ, അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ എന്ന സ്തുതിയാണ് വിജയദശമി ദിനത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വേളയിൽ ഹൈന്ദവർ ആദ്യമായി എഴുതിക്കാറുള്ളത്. ഏതൊരു ശുഭകാര്യത്തിനു മുമ്പും ഗണപതി ഹോമം നടത്തുക എന്നത് ഹൈന്ദവർക്കിടയിൽ സാധാരണമാണ്. ഗൃഹപ്രവേശം, കച്ചവട ആരംഭം, വിഘ്നനിവാരണം, ദോഷപരിഹാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മുഖ്യ ഇനമായാണ് ഗണപതി ഹോമം നടത്തുക. കൂടാതെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായും ചില പ്രത്യേക തരത്തിൽ ഗണപതി ഹോമം നടത്താറുണ്ട്. പ്രത്യേക ദ്രവ്യങ്ങൾ ചേർത്ത് ഇത്തരത്തിൽ നടത്തുന്ന ഹോമം വളരെ ഉത്തമമാണെന്നാണ് തന്ത്രഗ്രന്ഥങ്ങളിൽ പോലും സൂചിപ്പിക്കുന്നത്. വിശേഷാൽ 16 കൊട്ട തേങ്ങ, 32 കദളിപ്പഴം, 16 പലം ശർക്കര, നാഴിത്തേൻ, ഉരിയ നെയ് എന്നിവയാണ് ഹോമിക്കാനായി ഉപയോഗിക്കാറുള്ളത്. വിഘ്നങ്ങൾ ഇല്ലാതിരിക്കാനും ശുഭാരംഭത്തിനും ഗണപതിയെ ആദ്യം പൂജിക്കുന്നതുകൊണ്ട് പ്രഥമ പൂജ്യൻ എന്ന നാമത്തിലും ഗണപതി അറിയപ്പെടുന്നു. ഓം ശ്രീ ഗണേശായ നമഃ എന്ന മന്ത്രവും ഓം ഗം ഗണപതിയേ നമഃ എന്ന മന്ത്രവുമാണ് ഗണപതിയെ സംബന്ധിച്ച് ഉച്ചരിക്കാറുള്ളത്. ഒരു കർമ്മം ആരംഭിക്കുമ്പോൾ ജപിക്കുക: വക്രതുണ്ടായ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം.